പ്രിയമുള്ള മുഅ്മിനുകളെ, ഈ പരിശുദ്ധമായ ഈ വരായത്തുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ വരായത്ത് നമ്മളാണെങ്കിലോ നമ്മുടെ മക്കളാണെങ്കിലോ ഹൃദയാന്തരങ്ങളിലേക്കൊന്ന് കൈവച്ചിട്ട് ഓതുകയാണോ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ കാവല് പോലും കിട്ടുകയാണ്. ആ മലക്കുകളുടെ ദുആക്ക് ഏറ്റവും കൂടുതൽ ആമീൻ പറയുന്നത് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ ഇടതും വലതുമുള്ള രണ്ട് മാലാകമാരുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട മാലാകമാര് നമുക്ക് വേണ്ടി ദുആരക്കുകയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ദുആരക്കുകയാ. പക്ഷേ നമുക്ക് ചെയ്യാനല്ലേ മടിയുള്ളൂ. യാത്ര തിരിക്കുന്ന മനുഷ്യന്മാരാണോ ഈ വരായത്തവരുടെ നെറുകന്തലയിലങ്ങ് കൈവച്ചിട്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നുള്ള പരിശുദ്ധമായ പവിത്രമായ ഈ വരായത്ത് ഓതുകയാണോ, അവൻ തിരിച്ചു വരുന്നത് വരെ അവനിക്ക് മരണമില്ല എന്ന് പറയുമ്പോ ഈ ആയത്തിന് ഒരുപാട് മഹത്വമാണ്, ഒരുപാട് പവറാണ്. വേണ്ടാന്ന് വെക്കല്ലേ. ജീവിതത്തിൽ ഉപകാരമുള്ളതാണ്, ജീവിതത്തിൽ സമാധാനം കിട്ടാനുള്ളതാണ്, ജീവിതത്തിൽ ഒരുപാട് മാധുര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊരിഞ്ഞു തരാനുള്ളതാണ്. അതുകൊണ്ട് മനസ്സ് കൊടുത്താൽ, അതുകൊണ്ട് സന്തോഷം കൊടുത്താൽ, അതുകൊണ്ട് ഖൽബ് കൊടുത്താൽ ഒരുപാട് നന്മകളാണ് ഈ ഒരു രാത്രിയിൽ കിട്ടുന്നത്. ഇന്നത്തെ ഈ ഒരു രാത്രി, മുഹറത്തിലെ ഈ ഒരു രാത്രിയിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു അമൽ, ഈ ഒരു സൽക്കർമ്മം, ഈ ഒരു പ്രവർത്തനം, അതിനെപ്പോലെ ഭാഗ്യമുള്ള, അതിനെപ്പോലെ സന്തോഷമുള്ള ഒന്നും മറ്റൊന്നില്ല. പക്ഷേ നിങ്ങൾ അതിന് മനസ്സ് കൊടുക്കണം. ഓതിയാൽ അതിന്റെ പ്രതിഫലം കിട്ടുമെന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ പറ്റുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അഹദോന്റെ ദൂതർ ഹബീബിൻ ചാരേ മദീനത്ത് അതബോടെ പാടി ഞാൻ നബിയിൽ തേടി സലാമത്ത്. അജബിൻ തിരുനാട്ടിലെ വെണ്ണിലാവേ റസൂലുള്ളാഹ് ആരും കൊതിച്ചിടും സ്നേഹരാജാവേ സ്വല്ലല്ലാഹ്. ഇത് മുത്തുനബിയുടെ പരിശുദ്ധരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വഴിയാണ്. അതിനെ വേണമെന്ന് വെക്കണം, ജീവിതത്തിലൂടെ അങ്ങനെ കൊണ്ടുവരണം. ആ ആയത്ത് കഴിഞ്ഞാ പിന്നെ നമ്മൾ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, നിങ്ങളുടെ പായയിലേക്ക് നിങ്ങൾ വന്നിരുന്നാൽ, നിങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നിരുന്നാൽ നിങ്ങൾ എഴുതി വെക്കണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لإلاف قريش إلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. നമ്മൾ കിടക്കുന്ന സ്ഥലം, ആ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് ഇരിക്കുക. ആ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് കടന്നിരുന്നു കഴിഞ്ഞാൽ സൂറത്തുൽ ഖുറൈശ് ഓതുന്നവരെ, പരിശുദ്ധമായ മുഹറത്തിൽ ആരാണങ്ങനെ ഓതിപ്പോയത്? എത്ര പ്രാവശ്യം എന്നറിയോ? ഒരു 7 തവണ നിങ്ങൾ ഓതാൻ മനസ്സ് വന്നാൽ 70 കൊല്ലം അല്ലാഹു നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടുകയാണ്, സങ്കടങ്ങൾ അല്ലാഹു മാറ്റുകയാണ്, ആവലാദികളെ വേവലാദികളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെയെല്ലാം അല്ലാഹു തആല മാറ്റിയിട്ട് ജീവിതത്തിൽ അല്ലാഹു അറിഞ്ഞും അറിയാതെയും പരസ്യമായി ചെയ്തു പോയ തെറ്റുകളുണ്ട്, അതൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ടു തരികയാണ്. അങ്ങനെ സൂറത്തുൽ ഖുറൈശ് ഓതാൻ മനസ്സ് കാണിക്കുന്നവരാരാണോ അവര് വിജയിച്ചുവെന്നാൻ.
സൂറത്തുൽ ഖുറൈശ് ഓതാൻ അവിടുന്ന് മനസ്സ് കാണിച്ചവരാരാ? നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള ഒരാളില്ല, നിങ്ങളെപ്പോലെ ഇഷ്ടമുള്ള ഒരാളില്ല, നിങ്ങളെപ്പോലെ തന്റെ ഇടമുള്ള ഒരാളില്ല. ആരാ ഇത് പഠിപ്പിക്കുന്നത്? കരുണക്കടലായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ തിരുദൂതര് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ബദറും മിൻ ബദരീന നുജൂമിന ബദരീന നുജൂമിന ബദറും മിൻ കൗനി കാന റസൂലുള്ളാഹി റസൂലുള്ളാഹി. الله أراد بخلق نبي أول خلق بنور رسولي آدم كل بسبب سبب أرض السماء. അല്ലാഹുവിന്റെ പ്രവാചകരുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ വന്നുപോയ ഒരൊറ്റ വാക്കുപോലും ഇന്ന് വരെ പാഴായിട്ടില്ല, ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്നത്തെ രാത്രിയിൽ ആരാണോ ഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം, അവർക്ക് വയറ് സംബന്ധമായ രോഗങ്ങളില്ല, എന്നാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എത്രയോ ഉമ്മമാര് ഗർഭാശയ ക്യാൻസർ വന്നവരുണ്ടാകാ, എന്തിനേറെ ഗർഭാശയം എടുത്ത് മാറ്റിയവരുണ്ടാകാ, മാറ്റണമെന്ന് പറയുന്നവരുണ്ടാകാ, അതല്ലെങ്കിലോ വയറ്റിന്റെ ഉള്ളിൽ മുഴ വളരുന്നുവെന്ന് പറഞ്ഞവരുണ്ടാകാ. എന്നാൽ ഇന്നത്തെ ഇവര് രാത്രിയില് സൂറത്തുൽ ഖുറൈശ് ഓതാ നിങ്ങൾ റെഡിയാണോ? എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു പരിഹാരമുണ്ട്, നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു സാന്ത്വനമുണ്ട്, നിങ്ങളുടെ ആ ടെൻഷനിക്കൊരു ബഹുമാനമുണ്ട്. അല്ലാഹു അത് മാറ്റുമെന്ന് പറഞ്ഞത് കാരണം എന്തെന്നറിയോ? അത് പടച്ചവന്റെ കലാമാൻ, അത് അള്ളാഹുവിന്റെ കലാമാ, അല്ലേ? പക്ഷെ നിങ്ങൾ ഒരു വിശ്വാസമാണ്, നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ രോഗം അല്ലാഹു മാറ്റുമെന്നൊരു വിശ്വാസം, നിങ്ങളുടെ സങ്കടങ്ങളെ അല്ലാഹു മാറ്റുമെന്നൊരു വിശ്വാസം, നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അല്ലാഹു മാറ്റുന്നൊരു വിശ്വാസം. ആ ഒരു വിശ്വാസം നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുണ്ടാകണം. ചില ആളുകൾ പറയും, ഉസ്താദേ വഅദിൽ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, അതൊക്കെ ഞങ്ങൾ ചൊല്ലി, അതൊക്കെ ഞങ്ങൾ ചൊല്ലിയിട്ട് ദുആ ചെയ്തു, ഇന്ന് വരെ ഒന്നിനും ഒരു ഇജാബത്തില്ലല്ലോ. എന്റെ പെങ്ങളെ, അതിന്റെ മർമ്മപ്രധാനമായ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? മനസ്സ്, മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസമാണ്. ഞാൻ എത്ര ദുആ ചെയ്താലും എന്റെ റബ്ബെന്നെ സ്വീകരിക്കുമല്ലോ, എന്റെ അല്ലാഹു എന്നെ കബൂലാക്കുമല്ലോ, എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടുമല്ലോ, എന്റെ കാര്യങ്ങൾ എനിക്ക് എളുപ്പമാക്കുമല്ലോ. റബ്ബേ, നിന്റെ ഖുർആനാണ്, നിന്റെ കലാമാ, ഇതിൽ ഞാൻ 100% വിശ്വസിച്ചിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഓതിയാൽ ഒരിക്കലും അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല. ഇനി ചിലര് പറയും, ഉസ്താദ് എന്തൊക്കെയാ ഞങ്ങൾ ഓതിയത്, എത്രയൊക്കെയാ ഞങ്ങൾ ദുആ ചെയ്തത്, എത്രയൊക്കെയാ ഞങ്ങൾ പറഞ്ഞത്, എന്നിട്ടും ഒന്നിനും ഒരു ഉത്തരമില്ലല്ലോ, ഒന്നിനും ഒരു മാറ്റമില്ലല്ലോ, ഒന്നിനും ഒരു പൊരുത്തക്കേട്, ഒന്നിനും ഒരു പൊരുത്തമില്ലല്ലോ. എത്ര പള്ളിയിലാ പോയത്, എത്ര മക്കാമിലാ പോയത്, എത്ര മക്കുപറകളിലാ പോയത്, എത്രയോ സ്ഥലങ്ങളിലാ ഞങ്ങൾ കടന്നു പോയത്. ഇനി ദുആ ചെയ്യാൻ പറയാത്ത ഉസ്താദുമാരില്ല. നിങ്ങൾ പേടിക്കണ്ട, കാരണം എന്തെന്നറിയുമോ? നിങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നത് മുഴുവനും അല്ലാഹു തരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒന്നുകിൽ ഫിദ്ദുനിയാ, ഒന്നുകിൽ ദുനിയാവിന്റെ പുറത്ത്, അല്ലെങ്കിൽ വഫിൽ ആഖിറ, അല്ലെങ്കിൽ നാളെ ആഖിറത്തില് അല്ലാഹു അതിന്റെ പ്രതിഫലം തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു കാരുണ്യവാനാണ്. കാരണം റബ്ബ് പറഞ്ഞത് ഉദൂനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാമെന്ന് അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ, ഇതിന്റെ സുഖലോലുപതയിലൂടെ, ഇതിന്റെ സന്തോഷത്തിലൂടെ നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ വേണ്ടുന്ന ഒന്ന് അത് വിശ്വാസമാണ്, അടിവറച്ച ഈമാനാണ്. ആ ഒരു വിശ്വാസവും ഈമാനും നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ വന്നാ അൽഹംദുലില്ലാഹ് അവിടൊക്കെ നിങ്ങൾ വിജയിച്ചു എന്നാണ്.
എല്ലാവരും എന്റെ കൂടെ വന്ന് ചെല്ല്, എല്ലാരും ഒന്ന് ചെല്ല്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലും കേറിയ ബന്നൂറേ ബറക്കത്ത് നിറഞ്ഞ ഷഫീഓരേ ആമന്നാ ബി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് വലിയ അർത്ഥമുള്ളതാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, എന്റെ റബ്ബെനിക്ക് മതിയായവനാ. ഇതുപോലത്തെ ഒരു ദുആ ഏതാണ്? മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഹൃദയത്തിന്റെ ഉള്ളില്, എന്റെ ഖൽബിന്റെ ഉള്ളില് എന്റെ റബ്ബല്ലാത്ത ഒരാളില്ല. എന്റെ റബ്ബ് മാത്രമാണ് എന്റെ ഖൽബിന്റെ ഉള്ളില്. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബിനെ ഇവിടെ പറയുകയാണല്ലോ, അല്ലാഹുവിനെ പറയുകയാണല്ലോ. അപ്പൊ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ പറയാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞൊന്ന് ചൊല്ലുമോ? പാപങ്ങളേറെ ചെയ്തു ഞാൻ, തെറ്റുകളേറെ കൂടി ഞാൻ, മാപ്പാക്കിടേണം റാഹിമേ, കരുണ ചോരിയോ റാസിക്കെ. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലി അലാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനസ്സറിഞ്ഞൊന്ന് ചൊല്ലുമോ? രോഗങ്ങളെല്ലാം മാറ്റണേ, കൽനീരിതെല്ലാം നീക്കണേ, കാവലായുള്ള റാഹിമേ, കരുണ ചോരിയേണേ റാസിക്കെ. ചൊല്ല് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ് റബ്ബേ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, കൽബ് കൊണ്ട്, ശരീരങ്ങൾ കൊണ്ട്. അല്ലാഹ്, ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിന്റെ മഹാത്മ്യം കൊണ്ട് എല്ലാം മാപ്പാക്കണേ അല്ലാഹ്, എല്ലാം പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്, മനസ്സിന് സമാധാനം തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ പുരോഗതി നൽകണേ അല്ലാഹ്, നല്ല ബുദ്ധിയുള്ള മക്കളാക്കണം അല്ലാഹ്, ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഓരോ മുഹറവും നമ്മുടെ ജീവിതത്തിന് വലിയ വലിയ മുതൽക്കൂട്ടാണ്, വലിയ വലിയ അത്ഭുതങ്ങളാണ് ഓരോ മുഹറവും. അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ് കളയരുത്. നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ അത് കൊണ്ടുവന്നാൽ നമ്മളൊക്കെ വിജയിച്ചു എന്ന. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും പരിശുദ്ധമായ മുഹറം ഒന്ന് കടന്നു വന്നാൽ ആ മുഹറത്തിനെ അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്നത്, വാഖിഅ ഓതിയിരുന്നത്, യാസീൻ ഓതിയിരുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണെങ്കിൽ ആ വരുമാനത്തിൽ അവർക്ക് ഒരുപാട്
ബറക്കത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയോ സമ്പത്തുണ്ട്, നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട്, നല്ല കടകളുണ്ട്, വാഹനങ്ങളുണ്ട്, പക്ഷേ നമുക്കൊരു സന്തോഷമില്ല, നമുക്കൊരു സന്തോഷമില്ല. എന്തെല്ലാം ചെയ്തിട്ടും ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ടും നമ്മുടെ മനസ്സന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടുന്ന് ഹബീബിന്റെ വാക്കുകൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖിന്റെ വാക്കൊന്നും പാഴാകൂല്ല. സഹബാ, അല്ലാഹു തആല എണ്ണി പറഞ്ഞ പരിശുദ്ധമായ പവിത്രമായ മാസങ്ങള് അതിനെ ഇഷ്ടം വെച്ചുകൊണ്ട് ആര് കടന്നു വരുന്നോ അവരെ പോലെ ഭാഗ്യമുള്ളവരില്ല, അവരെ പോലെ സന്തോഷമുള്ളവരില്ല, അവരെ പോലെ ബഹുമാനമുള്ളവരില്ല, അവരെ പോലെ കാരുണ്യമുള്ളവരില്ല. അതുകൊണ്ട് നല്ല വഴികളിലൂടെ നല്ലവരായി നിങ്ങൾ കടക്കണേ സ്വഹാബാ. പ്രിയമുള്ളവരെ, നമുക്ക് നല്ല രാവുകളാണ്. അപ്പൊ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ സൂറത്തുകൾ നിങ്ങൾ മറക്കരുത്. ഉറപ്പായി നിങ്ങളിത് പാരായണം ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് നല്ല ആനന്ദമുണ്ടാകും. അതുകൊണ്ട് പടച്ചവനെ ഈ സൂറത്തുകൾ ഓതുക. പിന്നത് കഴിഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എന്റെ കൂടെ ചൊല്ലു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ചൊല്ലിക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ദുരിതങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ. വേദനയിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ, പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ പ്രയാസങ്ങളും എല്ലാവരുടെ ദുഃഖങ്ങളും എല്ലാവരുടെ ആപരാധികളും നീ മാറ്റണേ റബ്ബേ. അല്ലാഹ്, ഇതിലിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ടവരുടെ ഉപ്പമാര് ഉമ്മമാര് ഖബറിലാണ്, ഭർത്താക്കന്മാര് ഖബറിലാണ്, മക്കള് ഖബറിലാണ്. അല്ലാഹുവേ, അവരുടെ ഖബർ കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, നേരം പോക്കാക്കുന്ന ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന മാലാഖമാര് അവരുടെ ഖബറിടത്തിൽ കൊടുക്കണേ റബ്ബേ, അവരുടെ ഖബറിടത്തിൽ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ, ആവലാദികളെ മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുരുന്നു മക്കൾ പാപങ്ങളാണ് അല്ലാ. ഞങ്ങൾക്ക് രോഗം വന്നാ ഞങ്ങൾ സഹിക്കും റബ്ബേ. ഞങ്ങളുടെ പൊന്നോമനകൾക്ക് രോഗം വന്നാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, നാട്ടുകാര് വെറുക്കുന്ന, വീട്ടുകാര് വെറുക്കുന്ന അങ്ങനത്തെ ഒരു രോഗവും ഞങ്ങൾക്ക് വെക്കല്ല റബ്ബേ. അങ്ങനത്തെ ഒരു സങ്കടവും ഞങ്ങൾക്ക് വെക്കല്ല റബ്ബേ. അങ്ങനത്തെ ഒരു ദുഃഖവും ഞങ്ങൾക്ക് വെക്കല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവരാണ്. എന്നോടൊപ്പം ഉംറയ്ക്ക് വേണ്ടി കടന്നു വരാതിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. ഒരാൾക്കും ഒരു രോഗങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കല്ല അല്ലാ, സങ്കടങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, ദുഃഖങ്ങൾ കൊടുത്ത് പരീക്ഷിക്കല്ല അല്ലാ, ആവലാദികൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ, വേവലാദികൾ കൊടുത്ത് കണ്ണീരുകൾ കൊടുത്ത് കഷ്ടപ്പാടുകൾ കൊടുത്ത് പരീക്ഷിക്കല്ല റബ്ബേ. റഹീമായ അല്ലാ, റാസിഖായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നിന്റെ പൊരുത്തമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ.
പടച്ചോനെ ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ, ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ, ഞങ്ങളെ കൈവിടല്ലേ റബ്ബേ. ഈ രാവിന് വല്ലാത്ത മഹത്വമുണ്ട് പടച്ചോനെ. സാധുക്കളായ ഉപ്പമാര്, സാധുക്കളായ ഉമ്മമാര് ഇവിടെ ഇരുന്നിട്ട് മനസ്സറിഞ്ഞിട്ട് അവരാമീൻ പറയുമ്പോ അവരെ തട്ടല്ല റബ്ബേ, ആ നീട്ടുന്ന കരങ്ങളെ തട്ടല്ല പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാര്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാര്, നമ്മുടെ അരുമ മക്കള് പ്രവാസികളാണ്. അവരിവിടെ നിന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പ്രവാസ ലോകത്ത് പോയതാണ് റബ്ബേ. ഉപ്പാനെ കാത്തിരിക്കുന്ന, ഉപ്പ കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങൾ കാത്തിരിക്കുന്ന ആ പ്രിയപ്പെട്ട കുരുന്നു മക്കളുടെ മുമ്പിൽ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ച് കരയിപ്പിക്കല്ല റബ്ബേ. ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന്റെ മയ്യത്ത് ഒരു പെട്ടിക്കുള്ളിലാക്കി കൊണ്ടുവച്ചിട്ട് പൊട്ടിക്കരയുന്നവരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ ഒരപകടത്തിലും പെടുത്തല്ല റബ്ബേ, ഞങ്ങളെ മക്കളെ പെടുത്തല്ല റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പെടുത്തല്ല റബ്ബേ. അല്ലാ, ഞങ്ങളുടെ കുരുന്നു മക്കൾ സ്കൂളുകളിൽ പോകുന്നവരാണ്. അവര് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് സങ്കടമാ അല്ലാഹുവേ. അവരെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണേ റബ്ബേ. അവർക്കൊരു ദുഃഖവും കൊടുക്കല്ല അല്ലാ. പടച്ചവനെ, കമന്റ് ബോക്സിലൂടെ ഒരുപാട് സഹോദരങ്ങള് മാനസികമായി പ്രയാസം അനുഭവിക്കുന്നവര്, വേദനയിൽ കഴിയുന്നവര്, സങ്കടത്തിൽ കഴിയുന്നവര്, അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. കരുണക്കടലായ റബ്ബേ, അവരുടെ ആഗ്രഹങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം മാറ്റണേ അല്ലാ. ഇതിനകത്ത് ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞോ, നീ സ്വീകരിക്കണേ അല്ലാ. മക്കയും മദീനയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കും മക്കയെത്താൻ മദീനയെത്താൻ എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين.